പരിശുദ്ധ അമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. സാർവത്രിക സഭയിലെ ഏറ്റവും പുരാതനമായ തിരുനാളുകളിൽ ഒന്നാണ് സ്വർഗാരോപണ തിരുനാൾ. നമ്മുടെ അമ്മയായ മാതൃഭൂമിയും നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയവും സ്വർഗീയ സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങിയ സുന്ദര സുദിനമാണ് ഓഗസ്റ്റ് 15. നമ്മുടെ ഭാരതസഭയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാം. കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള സഭാപ്രബോധനങ്ങളിൽ ഒന്നാണ് സ്വർഗാരോപണം. 12-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, അമലോത്ഭവയും ദൈവമാതാവും നിത്യകന്യകയുമായ മറിയം തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമായ CCC 974 ഇപ്രകാരം പറയുന്നു: പരിശുദ്ധ മറിയം ദൈവപുത്രനായ മിശിഹായുടെ അമ്മയാകുവാൻ അനാദിയിലെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് ജന്മപാപരഹിതയായി ജനിക്കുകയും പരിപൂർണ വിശുദ്ധിയിൽ ജീവിതാന്ത്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അതിനാൽ അവൾ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കുവാൻ ദൈവം തിരുമനസ്സായി. എന്താണ് സ്വർഗാരോപണം എന്നതിൻ്റെ അർത്ഥം? മാതാവ് ദൈവശക്തിയാൽ ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നതാണ്. ഭാഗ്യവതിയായ കന്യകയുടെ സ്വർഗാരോപണം തൻ്റെ പുത്രൻ്റെ പുനരുത്ഥാനത്തിലുള്ള അനന്യമായ പങ്കുചേരലും മറ്റു ക്രൈസ്തവരുടെ പുനരുത്ഥാനത്തിൻ്റെ മുൻ ആസ്വാദനവുമാണ്. യൂക്യാറ്റ് 85-ാം ഖണ്ഡികയിൽ നാം കാണുന്നു, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാന് നൽകിയ കൽപ്പന മുഴുവൻ സഭയെയും മറിയത്തിനും ഭരമേൽപ്പിക്കുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ മറിയം നമ്മുടെ അമ്മയാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നു, മറിയം മനുഷ്യവംശത്തിലെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ അമ്മയാണ്. അവൾ പാപികളുടെ അഭയ കേന്ദ്രമാണ്. ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കുവാനുള്ള രക്ഷകന്റെ ജോലിയിൽ തൻ്റെ അനുസരണം, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നിവയിലൂടെ തികച്ചും അവൾ സഹകരിച്ചു. ഇക്കാരണത്താൽ കൃപാവർഗത്തിന്റെ ക്രമത്തിൽ അവൾ നമുക്ക് അമ്മയാണ്. സർവഗുണങ്ങളുടെയും വിളനിലമായ പരിശുദ്ധ അമ്മയുടെ സവിശേഷ ഗുണങ്ങൾ നമുക്ക് അനുകരിക്കാം. അങ്ങനെ പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി നമുക്ക് സ്വീകരിക്കാം. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവിത പ്രശ്നങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിച്ച് നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കും. അമ്മയുടെ സ്വന്തം മക്കളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി സ്വർഗാരോപണത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.